ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട് മുഴുവൻ വെട്ടിത്തിളങ്ങാനായിട്ട് ഒരു പൊട്ടറ്റോ മാത്രം മതി. അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ വീടെല്ലാം ക്ലീൻ ആക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട്ടിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പൊട്ടറ്റോ ആണ്, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തതാണ്. എന്നിട്ട് ആ പൊട്ടറ്റോ ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മുറിച്ച പൊട്ടറ്റോ എല്ലാം മിക്സർ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ 1 ടീസ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പ് കല്ലായിരിക്കും ഒന്നുകൂടെ ബെസ്റ്റ്. അതിലേക്ക് 1-2 ടീസ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്കിംഗ് സോഡ ഇട്ടതായതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത് നമ്മൾ പേസ്റ്റ് ആക്കുന്ന സമയത്ത് അത് പുറത്തോട്ട് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അത് നമുക്ക് സൊല്യൂഷൻ പോലാണ് വേണ്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അങ്ങനെ അരിച്ചെടുത്തിട്ട് അത് സ്പ്രേ ബോട്ടിലോട്ട് ആക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ആ പൊട്ടറ്റോയുടെ പേസ്റ്റ് കൗണ്ടർ ടോപ്പിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് 100% റിസൾട്ട് തരുന്നതാണ്. നല്ലതായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. പൊട്ടറ്റോ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ പൊട്ടറ്റോയും ഉള്ള കെമിക്കലും ബേക്കിംഗ് സോഡയുടെ ചേർന്നിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് നമുക്കിവിടെ ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. പലർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ കാറിൻ്റെയൊക്കെ ഗ്ലാസ് ക്ലീൻ ആക്കാനായിട്ട് പൊട്ടറ്റോ ഉപയോഗിക്കുന്നത്. പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ആ പൊട്ടറ്റോ എടുത്തിട്ടൊന്ന് റബ്ബ് ചെയ്താൽ മതി. നല്ലൊരു ക്ലീനിങ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ സാധാ ഡസ്റ്റർ ഉപയോഗിച്ച് അത് ക്ലീൻ ആക്കുന്നതിനെക്കാട്ടി നല്ലൊരു റിസൾട്ടായിരിക്കും, ഫിനിഷിങ് റിസൾട്ടായിരിക്കും അവിടെ കിട്ടുന്നത്. കെമിക്കൽ ക്ലീനിങ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് കയ്യിലൊക്കെ അലർജിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ദിവസം നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ലോഷൻ എന്തെങ്കിലും തീർന്നിരിക്കുക, നമുക്ക് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് ഇത് വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പം വളരെ നന്നായിട്ട് തന്നെ ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ സിങ്കും
നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സിങ്കിലോട്ട് കുറച്ച് പൊട്ടറ്റോയുടെ പേസ്റ്റ് എടുത്ത് ഒഴിച്ചിട്ട് സാധാ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഒന്ന് കഴുകിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ നീറ്റായിട്ടും നല്ല ക്ലീനായിട്ട് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണിത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തുകൊണ്ട് ആ പൊട്ടറ്റോയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ അടിച്ച് മാറ്റിയ ആ പൊട്ടറ്റോയുടെ ജ്യൂസാണ് നമുക്ക് ഗ്ലാസ്, വിൻഡോയുടെ ഗ്ലാസ്, കാറിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ക്ലീനാക്കാൻ ഉപയോഗിക്കാം. അതുപോലെ ഫർണിച്ചർ, നമ്മുടെ ഡോറ് ഒക്കെ നല്ലതായിട്ട് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഡോറിലോട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരു തുണി വെച്ച് അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ് കിട്ടും, നല്ലൊരു ഷൈനിങ് ആണ് കിട്ടുന്നത്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്, നല്ലൊരു ക്ലീനിങ് മാർഗ്ഗമാണ് ഇത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കണം. ഇത് വെക്കാനായിട്ട് കൊള്ളത്തില്ല. പിന്നെ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഒന്ന് കുലുക്കിയിട്ട് വേണം ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട്. ഇത് സ്റ്റാർച്ച് ആയിരിക്കില്ല പൊട്ടറ്റോ, അത് സ്റ്റാർച്ച് ആയിരിക്കും. അപ്പോൾ അത് സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞ് ഇരിക്കും. അപ്പോൾ അതൊന്ന് കുലുക്കിയിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഡോറ് മാത്രമല്ല, നമ്മുടെ ഫർണിച്ചറുകളൊക്കെ നല്ലതായിട്ട് ക്ലീനാക്കി എടുക്കാനും നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാഷ് ബേസിനകത്തോട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വാഷ് ബേസിനകത്തോട്ട് നമ്മുടെ ആ സ്പ്രേ പൊട്ടറ്റോയുടെ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ടൊന്ന് കഴുകിയെടുക്കുന്നു. നല്ലോണം അത് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. വളരെ 100% റിസൾട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വളരെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട്. പൊട്ടറ്റോ ഉപയോഗിച്ച് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ്, സിങ്ക്, അതുപോലെ ഡോറ്, ഫർണിച്ചറൊക്കെ ക്ലീനാക്കാൻ പറ്റും. അതുപോലെ തന്നെ സിങ്ക് ഒക്കെ നമ്മൾ ക്ലീനാക്കി എടുത്തു. വളരെ നന്നായിട്ട് 100% റിസൾട്ട് തരുന്നതും 100% ഞാൻ സാറ്റിസ്ഫൈഡുമാണ്. അപ്പം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്സാണിത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.